കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഗോവയിൽ ഞങ്ങൾക്കൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് പ്രെയർ ഫോർ ഗോവ സ്റ്റേറ്റ്. गोवा स्टेट के लिए जो प्रार्थना था वही था वो. അപ്പോൾ ധ്യാനത്തിൽ നമ്മൾ പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു, ഗോവയെ വിശുദ്ധിയുടെ വസ്ത്രം കൊണ്ട് പൊതിയണം. साधना का जो विषय इस प्रकार था कि गोवा को पवित्रता से ओढ़ ले. അപ്പം ഞങ്ങൾ അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. स्टैटिस्टिक्स लेकर पवित्र यूकरिस्ट के समक्ष मध्यस्थता प्रार्थना हमने किया. അവിടെയുള്ള അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെയുള്ള എല്ലാ മന്ത്രിമാർക്കും ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. वहाँ के जो गैर ईसाई गण थे, जो ऑफिसर्स है, जो गवर्नमेंट सरकार, सब लोगों के लिए हमने प्रार्थना किया. എന്നിട്ട് അവരോടൊരു ചരിത്ര സംഭവം പറഞ്ഞു. और वहाँ उनसे एक चरित्र का घटना हमने बताया. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് വോൾട്ടയർ. वोल्टेयर जो कहा जाता है इतिहास का बड़े एक मुख्य व्यक्ति है. അദ്ദേഹം ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ്. वो एक फ्रेंच तत्वज्ञानी है. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, उन्होंने इस प्रकार कहा, 100 വർഷത്തിനുള്ളിൽ ചരിത്രത്തിൽ ബൈബിൾ ഇല്ലാതെയാകും. 100 साल के अंदर इतिहास में बाइबल नहीं रहेगा. ബൈബിൾ കത്തിച്ചു കളയണം. बाइबल को जला देना चाहिए. കാരണം അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. कारण ये कि वो एक बिल्कुल निरीश्वरवादी अविश्वासी था. അനേകർ വോൾട്ടയർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. अनेक लोग उनके लिए प्रार्थना किए. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. उनके परिवार के लिए कई लोगों ने प्रार्थना किए. കാലഘട്ടങ്ങൾ പിന്നിട്ട് പോയി. कई समय बीत चुका. ചരിത്രം വിധി എഴുതി. इतिहास में इसे न्याय निकला. വോൾട്ടയർ പറഞ്ഞ വാക്ക് തെറ്റായിരുന്നു. वोल्टेयर ने जो कहा हुआ शब्द पूरा गलत മറിച്ച് निकला. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മറ്റൊരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. बल्कि उनकी कहा हुआ जो बातें हैं दूसरी एक ऐतिहासिक घटना के लिए साक्षी बना. അദ്ദേഹത്തിന്റെ മരണശേഷം ഏറെ നാളുകൾ കഴിയുന്നതിന് മുമ്പ്, उनकी मृत्यु की ज्यादा समय होने से पहले ही അദ്ദേഹം ജീവിച്ചിരുന്ന കൊട്ടാരം उनको जो रहने वाला जो महल സൗജന്യമായി ബൈബിൾ വിതരണം ചെയ്യുന്ന കേന്ദ്രമായിട്ട് മാറി. बाइबल को बांटने का, बिकने का, बांटने वाला एक मुफ्त रूप से बांटने वाला एक केंद्र बन गया. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഗോവയിലെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, तब गोवा की जनता से इस प्रकार कहा, നമ്മൾ യേശുവിന്റെ നാമത്തിൽ കരങ്ങളുയർത്തി ഗോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, अगर हम लोग हाथ उठा के यीशु के नाम पर गोवा के लिए प्रार्थना करोगे तो അശുദ്ധിയുടെ ബന്ധനം ദൈവം ഇവിടെ അഴിക്കും. जो अपवित्रता का बंधन ईश्वर खोल देंगे. ബീച്ചുകൾ യേശുവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങളായിട്ട് മാറും. और जो बीचेस है वो यीशु के नाम का मंदिर बन जाएंगे. നഗ്നത നടമാടുന്ന ബീച്ചുകളിൽ ദൈവമക്കൾ ഓടി നടന്ന് ജപമണികൾ ഉരുവിടുന്ന നിമിഷങ്ങളായിട്ട് മാറും. जिस बीच में नग्न होकर लोग जो भटक रहे हैं, ऐसे जो स्थानों में जपमाला बिनती करने वाले लोगों से भर जाएंगे. ഡെന്നി ചേട്ടനും നമ്മുടെ മ്യൂസിക് മിനിസ്ട്രിയും അവിടെ ഉണ്ടായിരുന്നു. वहां पे म्यूजिक मिनिस्ट्री था. ബാബു, ഡെന്നി ആൻഡ് മ്യൂസിക് മിനിസ്ട്രി डेन्नी और म्यूजिक मिनिस्ट्री वहां पे थे. ഹല്ലേലൂയ. हालेलुया. 5000-ഓളം പേര് ആ കൺവെൻഷൻ ഉണ്ടായിരുന്നു. उस कन्वेंशन में 5000 लोग लगभग थे. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങളുയർത്തി ഗവൺമെന്റിന്, മന്ത്രിമാർക്ക്, MLA-മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. प्रिय ईश्वरीय बच्चों, हम सब हाथ उठाकर उनके सरकार के लिए, मंत्रियों के लिए सब हमने प्रार्थना किया. കൺവെൻഷൻ കഴിഞ്ഞ് 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചരിത്രത്തിൽ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. कन्वेंशन समाप्त होकर सिर्फ 4 ही दिन हुआ तो इतिहास में एक और चमत्कार हुए. ഗോവയിലെ ഗവൺമെന്റ് ഒരു നിയമം പുറപ്പെടുവിച്ചു. ഗോവയുടെ ചരിത്രത്തിൽ എന്നേക്കുമായി കാർണിവൽ, തുണിയില്ലാത്ത നഗ്ന നൃത്തങ്ങളും കാർണിവലും എന്നേക്കുമായി നിരോധിച്ചിരിക്കുന്നു. कभी भी गोवा के इतिहास में ऐसे चरित्र इतिहास नहीं हुआ. ऐसे जो गोवा के गवर्नमेंट ऐसे एक नियम निकाला, जो कार्निवल है, जो नग्न जो चित्र बनाना बंद कर दिया गया. ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന പോലും പാഴായിട്ട് പോകില്ല. यीशु के नाम पे जो प्रार्थना करेगा, कोई भी प्रार्थना അത് പ്രകൃതിയെ മാറ്റിമറിക്കും. प्रकृति को भी बदल देगा. ജോഷുവ പ്രവാചകൻ പ്രാർത്ഥിച്ചു. जोशुआ नबी ने प्रार्थना किया. അവൻ ചന്ദ്രനെ നിശ്ചലമാക്കി മാറ്റി. वो चंद्र को भी बदल दिया. സൂര്യനോട് കൽപ്പിച്ചു, അവൻ അനുസരിച്ചു. सूर्य उसके आज्ञा दिया, वो भी मान लिया. വചനം പറയുന്നു, രാത്രി ചന്ദ്രനോ പകൽ സൂര്യനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. वचन कहते हैं कि रात्रि में चंद्रमा या दिन में सूरज तुम्हें कोई हानि नहीं करेगा. ഈ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാവുകയാണ്. इस रात्रि आप सबके लिए अनुग्रहों का रात्रि है. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ, जो कोई भी विश्वास में यीशु के नाम लेके प्रार्थना करोगे, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. उस व्यक्ति की जिंदगी में जरूर चमत्कार होंगे. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കും.
ആയിരിക്കാം. हो सकता है जिनके लिए आप प्रार्थना कर रहे हो उस व्यक्ति या आपसे बड़े दूर हो, പക്ഷെ നിന്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾക്ക് ആ വ്യക്തിയെ സ്പർശിക്കാൻ സാധിക്കും. लेकिन आपके जो अनुग्रह प्रदान करने वाले हाथ उस व्यक्ति को स्पर्श कर सकते हैं. നിന്റെ കണ്ണുനീര് കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ സാധിക്കും. आप अपने आंसू बहाकर प्रार्थना करोगे तो प्रार्थना जिनके लिए आप कर रहे हो उस व्यक्ति को बचा കാരണം सकते യേശു हैं. ചരിത്രത്തിൽ ദൂരങ്ങളെ കീഴടക്കിയവനാണ്. कारण यही है कि इतिहास में यीशु अपने दूरी को अपने आधीन में ഹല്ലേലൂയ പറയട്ടെ. हालेलुया बोलिए. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് സഹനം. प्रिय ईश्वरीय बच्चों, हम सब यहाँ भी एकत्रित हैं. हम में से प्रत्येक व्यक्ति की जिंदगी में लगातार होने वाली एक बात है कि जो सहन की समस्या. സഹനവുമായി ബന്ധപ്പെട്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പോലും നിനക്ക് പരിഭവമുണ്ട്. सहन के बारे में सोचा जाएंगे तो अपनी जिंदगी में ईश्वर के विरुद्ध भी, ईश्वर के साथ भी आप शिकायत करते हैं. ബോംബെയിലെ കൺവെൻഷനിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. बॉम्बे के कन्वेंशन में आराधना चला रहा था. ഒരു പെൺകുട്ടി അലമുറയിട്ട് കരയുകയാണ്. एक लड़की चिल्ला चिल्ला कर रो रही थी. അവള് പറഞ്ഞു, उसने कहा, എന്റെ അമ്മ മരിച്ചപ്പോ യേശുവേ നീ എവിടെയായിരുന്നു? मेरी माँ का मृत्यु जब हुआ है तो हे प्रभु यीशु आप कहाँ थे? എന്നിട്ട് അവൾ യേശുവിനെ നേരെ കൈനീട്ടി. उसके बाद उसने यीशु की ओर उंगली उठाई. എന്നിട്ട് അവൾ പറഞ്ഞു, उसके बाद उसने कहा, യേശു മുഹമ്മദ് നബിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? यीशु और मोहम्मद नबी के बीच में क्या फर्क है? വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ നേരെ കൈവിരൽ തുമ്പ് നീട്ടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. एक लड़की जो विश्वास नष्ट होते हुए ईश्वर की ओर उंगली तक उठाए हुए एक लड़की का चित्र. കാരണം അവൾ കടന്നു പോകുന്നു ജീവിതത്തിൽ മരണ ദുഃഖത്തിലൂടെ. कारण यही था कि उनकी जिंदगी में मृत्यु का जो दुख से वो गुजर रही थी. പ്രിയപ്പെട്ട അമ്മയുടെ വേർപാട് അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. अपनी प्रिय माता जी का जो देहांत वो बर्दाश्त नहीं कर पा रही थी. മരണത്തിന്റെ വേദന ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. मरण का जो मृत्यु का दर्द मैं अपनी जिंदगी में भी अनुभव किया പട്ടം है. കിട്ടിയതിനു ശേഷം 2004 ജൂൺ 15 എന്റെ അപ്പച്ചനെ എനിക്ക് നഷ്ടപ്പെട്ട ദിവസമുണ്ടായിരുന്നു. पुरोहिताई अभिषेक मिलने के बाद 2004 वर्ष में जो जुलाई महीने में ജൂൺ മാസം जून महीने में मेरे पिताजी का मृत्यु हुआ था. അന്ന് എന്റെ അപ്പച്ചന്റെ മരണത്തിന് ശേഷം കുടുംബത്തിലുള്ള എന്റെ അമ്മച്ചിയെയും എന്റെ ചേട്ടന്മാരെയും ആശ്വസിപ്പിച്ച് നടന്നിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. उस दिन मेरे पिताजी का मृत्यु के बाद अपनी माँ का और मेरे भाइयों को मैं सांत्वना दिए हुए एक व्यक्ति हूँ. എന്നാൽ മൃതസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അപ്പച്ചന്റെ നെറുകയിലും ചുണ്ടിലും സ്നേഹത്തോടെ ഒടുവിലത്തെ ചുംബനം കൊടുത്തുകൊണ്ട് ഞാൻ ആ സിമിത്തേരിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. लेकिन जो दाह संस्कार के वक्त आखिरी वक्त जो पिताजी का सीने पे और चेहरे पे जो चुंबन देकर निकलने वाला एक वक्त था. എന്റെ മനസ്സിലേക്ക് ദുഃഖം കടന്നു വന്നു. मेरे मन में भी उस वक्त दुख आया. എന്റെ മനസ്സിലേക്ക് വേദന കടന്നു വന്നു. मेरे मन में भी दर्द पहुंचा. അന്ന് എന്റെ കർത്താവിനോട് ഞാൻ ചോദിച്ചു, उस दिन मैंने अपने प्रभु से पूछा, ദൈവമേ നീ എന്തുകൊണ്ടാണ് എന്റെ അപ്പച്ചനെ എടുത്തത്? हे ईश्वर आपने क्यों मेरे पिताजी को ले लिया? തിരിച്ച് ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. वापस अपना साधना केंद्र में वापस आने पर रात्रि में मैं सो नहीं पाया. രാത്രി 12 മണിയായപ്പോൾ ഞാൻ ഉറക്കത്തിൽ ഞെട്ടിയെഴുന്നേറ്റു. रात्रि 12 बजे मैं नींद में अचानक उठ गया. മരണ ദുഃഖത്തിന്റെ വേദനയാൽ ഞാൻ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കരയുവാൻ തുടങ്ങി. मृत्यु का दुख के दर्द की वजह से मैं एक छोटे से शिशु के बराबर रोने लगा. ആ രാത്രിയിൽ ദേവാലയത്തിലേക്ക് ഞാൻ ഓടി. और उस रात्रि में मैं गिरजाघर की ओर गया. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകൾ മടക്കി കർത്താവിനോട് ഞാൻ ചോദിച്ചു, पवित्र यूकरिस्ट के समक्ष घुटने में होते हुए मैंने प्रभु से पूछा, കർത്താവേ നീ എന്തുകൊണ്ടാണ് എന്റെ അപ്പച്ചനെ എടുത്തത്? हे ईश्वर आपने क्यों मेरे पिताजी को ले लिया है? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ അപ്പച്ചൻ മരിച്ചത്? अगर आप मुझे प्यार कर रहे हैं तो मेरे पिताजी का मृत्यु क्यों हुआ है? കർത്താവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ईश्वर ने मुझसे एक सवाल किया, മകനെ നീ ഇപ്പോൾ കരയുന്നു നിന്റെ അപ്പച്ചൻ മരിച്ചതോർത്ത്. बेटा तुम तो अब अपने पिताजी मर जाने पर तुम रो रहे हो. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കാൽവരി മലയിൽ രക്തം ചിന്തി പിടഞ്ഞു മരിച്ച എന്റെ മൃതശരീരം കണ്ടിട്ട് ഒരിക്കലെങ്കിലും നീ കണ്ണുനീര് വാർത്തിട്ടുണ്ടോ? लेकिन देखो 2000 साल पहले कालवरी पहाड़ पर रक्त बहा बहा के तड़प तड़प के मरे हुए मेरे शरीर को देखकर क्या तुम एक बार भी रोए हो? യേശുവിന്റെ മുറിവുകൾ കണ്ട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല.
यीशु की घावों को देखकर मैं कभी भी अपनी जिंदगी में नहीं रोया है, എന്നാൽ എന്റെ അമ്മച്ചി കരഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. लेकिन मेरी माँ रोते हुए मैंने देखा है. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കാണുമ്പോൾ യേശുവിന്റെ കൈകളിലേക്ക് ആണി അടിച്ചു കയറ്റുന്ന രംഗം കണ്ട് എന്റെ അമ്മ പൊട്ടിക്കരഞ്ഞത് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. पैशन ऑफ क्राइस्ट जो सिनेमा देखते वक्त जो यीशु के हाथों में कील जोर से लगाते हुए देखने पर मेरी माँ फुट फुट के रोए हुए रंग मैंने देखा था. എന്തുകൊണ്ടാണ് യേശുവിന്റെ മൃതശരീരം ആ കുരിശ് കണ്ട് വേദന കണ്ട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കരഞ്ഞിട്ടില്ലാത്തത്? मैं अपनी जिंदगी में यीशु का वो दर्द और क्रूस को देखते हुए क्यों कभी भी नहीं रोया है? കാരണം ഞാൻ എന്റെ ജീവിതത്തിലെ ദുഃഖത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. कारण ये कि मैं अपनी ही जिंदगी की दुख की ओर सिर्फ देखते रहते ഞാൻ हैं. എന്റെ വേദനകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. मैं सिर्फ मेरी ही दर्द की ओर वेदना की ओर देखते रहती हूँ. ഞാൻ ഒരിക്കലും നസ്രായന്റെ മുറിപ്പാടുകളിലെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടില്ല. मैंने कभी भी नसरायनी यीशु की घावों की गहरेपन को कभी भी समझने का कोशिश नहीं किया. ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, फ्रांसिस असीसी कहते हैं, കർത്താവേ, ഓരോ മുറിവിലും ഒളിച്ചിരിക്കുന്നത് അങ്ങയുടെ തിരുമുറിവാണെന്ന് മനസ്സിലാക്കി തരണമേ. हे प्रभु यीशु, आपके हर एक गाँवों में जो छिपे हुए आपके ही पावन गाँव है, ये बात मुझे समझा दीजिए. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ സഹനങ്ങളും, जिंदगी में जो ईश्वर अनुमति देने वाले हर एक सहन, ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ വേദനകളും, ईश्वर हमारी जिंदगी में देने वाले हर एक दर्द, യേശുക്രിസ്തുവിന്റെ മുറിവുകളുടെ ആഴം മനസ്സിലാക്കുവാൻ അവൻ അനുവദിക്കുന്ന സഹനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. प्रभु यीशु का जो घावों को गहरेपन को समझने के लिए वो अनुमति देने वाला घाव है प्रियजनों, सहन है प्रियजनों. സഹനത്തിന്റെ മധ്യത്തിൽ നീ എന്തുകൊണ്ട് കരയുന്നു? सहन के बीच में क्यों आप रो पड़ते हैं? ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എന്തുകൊണ്ട് നിരാശപ്പെടുന്നു? अपनी जिंदगी में कोई नष्ट होता है तो क्यों आप निराशा में पड़ जाते हैं? താബോർ ധ്യാന കേന്ദ്രത്തിൽ ബോംബെയിൽ വെച്ചൊരു നേഴ്സ് എന്റെ കാലിൽ വന്ന് എന്റെ കാലിൽ തൊട്ട് പൊട്ടിക്കരഞ്ഞത് ഓർമ്മയുണ്ട്. ताबोर साधना केंद्र में, बॉम्बे की ताबोर साधना केंद्र में एक नर्स मेरे पास आकर पैर छूते हुए फुट फुट के रोई. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണവൾ. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണവൾ. प्रार्थना करने वाली एक लड़की है वो. അവൾ ഒരു രോഗിയെ പരിചരിക്കുന്ന സമയം एक रोगी का सेवा करते वक्त നീഡിൽ പ്രിക്ക് കൊണ്ട് അവളുടെ കൈകളിൽ മുറിവുണ്ടായി. नीडल गोप जाने की वजह से, सुई लगने की वजह से उसके हाथ में चोट लगा. ചികിത്സിച്ചുകൊണ്ടിരുന്ന രോഗി എയ്ഡ്സ് രോഗിയായിരുന്നു. जो जिसके लिए जो सुई दे रहे थे वो एड्स रोगी थी. വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. विवाह पक्का किया हुआ एक लड़की थी वो. ഈ കണ്ണുനീരിന്റെ കഥകൾ അവർക്ക് ആരോട് ജീവിതത്തിൽ പങ്കുവെക്കാൻ കഴിയും? ये जो आंसू की कहानियों को किसके साथ वो बांट सकती है? ഞാൻ പറഞ്ഞു, ഈശോയുടെ കുരിശ് രൂപത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഈശോയുടെ മുറിവിലേക്ക് നീ നോക്ക്. यीशु की क्रूसित रूप के नीचे ले जाकर उसे कड़ी करने के बाद मैंने उनसे कहा, നിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകുവാൻ എനിക്ക് സാധിക്കുകയില്ല. तुम्हारे आंसुओं के लिए जवाब तो मैं नहीं दे सकता. നസ്രായനായ യേശുക്രിസ്തുവിന് മാത്രമേ നിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. लेकिन नसरायनी जो यीशु ख्रिस्त आपका जो दर्द का गहरेपन को समझ सकते हैं. അതുകൊണ്ട് നിന്റെ വേദനകൾ അവന്റെ മുറിപ്പാടിലേക്ക് സമർപ്പിക്കുക. इसलिए आप अपने दर्द को उनकी चोटों की और आप समर्पण करो. ഒരല്പ സമയം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. थोड़ी समय के बाद वो वापस आई. അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. उनके चेहरे पे थोड़ी मुस्कान थे. അവളുടെ വിശ്വാസം വർദ്ധിക്കുന്ന അനുഭവം ഉണ്ടായി. उनके विश्वास बढ़े हुए का अनुभव उनको हुआ. അവൾ പറഞ്ഞു, എന്റെ വേദനയെല്ലാം യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചു കഴിഞ്ഞു അച്ഛാ. उसने कहा कि फादर जी मैं अपने सारे दर्द यीशु के क्रूस के साथ जोड़ दिया. ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെ നിന്റെ മുറിവുകളെ യേശുവിന്റെ മുറിവുകളോട് ചേർത്ത് വെച്ചുവെങ്കിൽ അത് തിരുമുറിവുകളായി മാറിയിട്ടുണ്ട്. मैंने कहा अगर तुम विश्वास के साथ अपने दर्दों को प्रभु यीशु की गावों के साथ जोड़ दिया है तो तुम्हारा चोट भी वो पावन चोट बन गया है. ഇനി മുതൽ നിന്റെ ശരീരത്തിൽ വൈറസുകൾക്ക് അധികാരമില്ല. जहाँ पे जो पावन चोट हो, ऐसे जो शरीर में कोई भी वायरस का जेम्स के लिए कोई स्थान नहीं है. കാരണം വചനം പറയുന്നു, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. कारण पवित्र वचन यही कहते हैं कि उनके गावों के द्वारा तुम चंगे हो गए हो. നാളുകൾ നീണ്ടുനിന്ന ടെസ്റ്റുകൾക്ക് ശേഷം 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ സാക്ഷ്യപ്പെടുത്തി, അവളുടെ ശരീരത്തിൽ എയ്ഡ്സിന്റെ വൈറസുകളില്ല. कुछ समय के बाद जो टेस्ट कराने पर यह पता चला कि उस व्यक्ति के शरीर में एड्स का कोई भी वायरस नहीं था. നിന്റെ വേദനകളെ കുരിശിനോട് ചേർത്ത് വെക്കുക. आप अपने
दर्द को क्रूस के साथ जोड़ दे। നിന്റെ കണ്ണുനീരിനെ ക്രിസ്തുവിന്റെ കണ്ണുനീരിനോട് ചേർത്ത് വെക്കുക. आपके आंसुओं को क्रिस्त का यीशु का आंसुओं के साथ जोड़ दे। നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ യേശുവിന്റെ നഷ്ടങ്ങളോട് ചേർത്ത് വെക്കുക. आपकी जिंदगी के जो नष्टों को यीशु के नष्ट के साथ आप जोड़ दीजिए। നിന്റെ ജീവിതത്തിലെ വേദനകളെ അവന്റെ വേദനകളോട് ചേർത്ത് വെക്കുക. आपकी जिंदगी के सारे दर्दों को उनके दर्द के साथ आप जोड़ लीजिए। പലപ്പോഴും വേദനകളുടെ മധ്യത്തിൽ യേശുവിന്റെ മുറിവുകളിലേക്ക് നോക്കാതെ कई बार जब हमें दर्द हो जाता है तो उसी बीच में हम यीशु की चोटों की ओर ना देखते നാം हुए ദുഃഖിക്കുന്നു, നിരാശപ്പെടുന്നു. हम दुखित हो जाते हैं, हताश हो जाते हैं। ലോക ചരിത്രത്തിലെ ഒരു മതഗ്രന്ഥവും ജീവിതത്തിലെ സഹനങ്ങൾക്ക് ഇന്നോളം അർത്ഥങ്ങൾ പകർന്നു തന്നിട്ടില്ല. इस संसार के कोई भी धर्म का कोई भी धार्मिक ग्रंथ जिंदगी की सहन के लिए उचित मतलब नहीं दिया है। എന്നാൽ ചരിത്രത്തിൽ ഒരേ ഒരു മതഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. लेकिन इतिहास में हमें एकमात्र धार्मिक ग्रंथ हमें सिखाते हैं। ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള ദൈവവിളി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. सिर्फ ईश्वर में विश्वास करने के लिए ही नहीं बल्कि उनके साथ सहन को भी सामना करने के लिए स्वीकार करने का चुनौती बुलाहट प्रभु ने आपको दिया गया അപ്പോൾ है। പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിന്റെ പഠനത്തിൽ സഹനം ഒരു ശാപമല്ല, അത് ദൈവവിളിയാണ്, അതൊരു വരമാണ്. इसलिए प्रिय भाइयों और बहनों, बाइबल के आधार पर जो सहन आपके जिंदगी में मिल रहा है वो कठिनाई नहीं, ईश्वर के बुलाहट के तरीका है। ये പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരാം. हमारी जिंदगी में अलग अलग तरीके से सहन आ सकते हैं। സാത്താന്റെ പൈശാചികമായ ആക്രമണങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിൽ തകർച്ചകൾ, രോഗങ്ങൾ, പട്ടിണികൾ കടന്നു വരാം. शैतान की जो पैशाचिक आक्रमण के द्वारा अपने परिवार में रोग, कठिनाइयां, विपत्तियां आ सकते हैं। നമുക്കറിയാം ജോബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു. हम जानते हैं कि अय्यूब के जिंदगी में क्या हुआ। സാത്താൻ അവന്റെ ജീവിതത്തെ ആക്രമിക്കുകയാണ്. शैतान उनका जिंदगी को आक्रमण करता है। അവന് സമ്പത്ത് നഷ്ടപ്പെട്ടു, उनकी धन दौलत को नष्ट किया गया, ആരോഗ്യം നഷ്ടപ്പെട്ടു, उनका स्वास्थ्य को नष्ट किया गया, ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു. जिंदगी के सब कुछ नष्ट हुआ। ജോബിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? अय्यूब की पत्नी ने क्या बोला? എല്ലായിടത്തും ഭാര്യമാരാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. हमेशा पत्नियां गड़बड़ करते हैं। ഏദൻ തോട്ടത്തിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? एदन बगीचा में कौन समस्या किया था? പ്രിയപ്പെട്ടവരെ, ജോബിന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, प्रियजनों, अय्यूब का पत्नी ने इस प्रकार कहा, ദൈവത്തെ ശപിക്കുക, ईश्वर को शाप करो। ഇനിയും എന്തുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു? अब भी क्यों विश्वास में स्थिर रहते हो? ജോബ് എന്താണ് പറഞ്ഞത്? अय्यूब ने क्या जवाब दिया? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമുക്ക് ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ പാടില്ലയോ? ईश्वर के हाथों से जो भलाई पाए हुए हम लोग क्या ईश्वर के हाथों से कुछ बुराई भी नहीं ले എന്നിട്ട് सकते? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ. उसके बाद बाइबल में लिख रखे हुए एक वचन है प्रियजनों, ഇക്കാര്യങ്ങളിലൊന്നും इस बातों में से कोई भी ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. उस समय में अय्यूब अपने जुबान के द्वारा कोई भी पाप नहीं किया। സഹനം വരുമ്പോൾ നമ്മൾ ഏത് അവയവം കൊണ്ടാണ് പാപം ചെയ്യുന്നത്? जब हमारे जिंदगी में सहन आ जाता है तो कौन से अंग के द्वारा हम पाप करते हैं? നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ ശപിക്കും, हम अपने जुबान के द्वारा ईश्वर को शाप करते हैं, നാവ് കൊണ്ട് മറ്റുള്ളവരെ ശപിക്കും, अपने जुबान के द्वारा दूसरे लोगों को शाप देते हैं, നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും. अपने जुबान के द्वारा दूसरे लोगों को अभियोग लगाते हैं। വചനം പറയുന്നു, നാവ് കൊണ്ട് ജോബ് ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തില്ല. वचन कहता है कि अय्यूब कभी भी अपने जुबान से कोई भी पाप नहीं किया है। സഹനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള പ്രലോഭനം എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ കടന്നു വരാം. हर एक व्यक्तियों की जिंदगी में ऐसा मौका हो सकता है कि सहन के बीच में ईश्वर की योजना से हटकर छिप जाने का जो योजना हो सकते हैं, तरीका हो सकते हैं। നമുക്കറിയാം അബ്രാഹത്തിന്റെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്. अब्राहम के परिवार में क्या हुआ था हम सब जानते हैं। ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, उत्पत्ति का ग्रंथ में इस प्रकार कहते हैं, ഹാഗാർ അബ്രാഹത്തിന്റെ ഭാര്യയായ
സാറായുടെ പീഡനം സഹിക്കവയ്യാതെ ആ കുടുംബത്തിൽ നിന്നും ഒളിച്ചോടുകയാണ്. हागार अब्राहम का पत्नी जो सारा का पीड़ाओं को सह नहीं पाया और वहां से घर से निकल के भाग जाती है. ഒളിച്ചോടുന്ന സമയത്ത് छिपकर भाग जाने के वक्त ദൈവദൂതൻ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ईश्वर का दूत उनके समक्ष प्रत्यक्ष हुए. എന്നിട്ട് അവളോട് എന്താണ് പറയുന്നത്? उसके बाद उनसे क्या कहा? സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? हे स्त्री, तुम क्यों रो रहे हो? നസ്രായനായ യേശുക്രിസ്തു ഉദ്ധിതനായി ആദ്യം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അരുളി ചെയ്ത വചനം എന്താണ് പ്രിയപ്പെട്ടവരെ? नासरानी यीशु मसीह पुनरुत्थित होने के बाद सबसे पहले जब प्रत्यक्ष हुआ तो कहा हुआ वचन कौन सा है प्रियजनों? അവൻ ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? उन्होंने पूछा, है स्त्री, तुम क्यों रो रहे हो? ദൈവത്തിന്റെ ചോദ്യങ്ങളൊക്കെയും നിന്റെ കണ്ണുനീരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ईश्वर के हर सवाल आपके आंसुओं से संबंध है. പരാതികൾ നീ നിർത്തുക, आपकी शिकायत बंद करे, പരിഭവങ്ങൾ നിർത്തുക. आपके परिभव को बंद करे. കാരണം നിന്റെ ദൈവം നിന്റെ കണ്ണുനീരൊപ്പുന്നവനാണ്. कारण यही है कि आपका ईश्वर आपके आंसुओं को पोंछ डालने वाला നിന്റെ ईश्वर വേദനകൾ है. കാണുന്നവനാണ്. आपके दर्दों को देखने वाला ईश्वर है. ഹാഗാറിനോട് ദൈവം പറഞ്ഞു, हागार से ईश्वर ने कहा, നീ എങ്ങോട്ട് പോകുന്നു? तुम कहाँ जा रहे हो? നീ എവിടെ നിന്ന് വരുന്നു? तुम कहाँ से आ रही ഈ है? രണ്ട് ചോദ്യങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. एक ईश्वरीय बच्चा का जिंदगी में ये दोनों सवाल बड़े मुख्य बात है. ഈ ജാഗരണ പ്രാർത്ഥനയിൽ ദൈവത്തിനോ നിന്നോട് ചോദിക്കാനുള്ള രണ്ട് ചോദ്യങ്ങൾ ഇതാണ്. इस जागरण प्रार्थना में ईश्वर आप में से प्रत्येक से पूछने वाले दो सवाल इस प्रकार है. ഒന്നാമത്തെ ചോദ്യം, पहला सवाल, നീ എവിടെ നിന്ന് വരുന്നു? आप कहाँ से आते हैं? ഇതൊരു നിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. अपने अस्तित्व से संबंधित एक सवाल है ये. നീ എവിടെ നിന്ന് വരുന്നു? आप कहाँ से आते हैं? ഏതൊരു ദുഃഖത്തിന്റെ കഥ നിന്റെ ജീവിതത്തിന് പറയാനുണ്ട്. आपकी जिंदगी में कुछ न कुछ दुख की कहानी बोलने के लिए होंगे. നിനക്ക് ദൈവത്തോട് പറയാം, आप ईश्वर से कह सकते हैं, കർത്താവേ, നഷ്ടപ്പെട്ട ജോലിയുമായി ഞാൻ നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. हे ईश्वर, मेरा नष्ट हुआ एक नौकरी है, इसी के समक्ष लेकर मैं आया നഷ്ടപ്പെട്ട हूँ. സ്നേഹബന്ധത്തിന്റെ കഥയുമായി നിന്റെ തിരുമുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു. प्रेम नहीं मिला या नष्ट हुआ ऐसी कहानी लेकर मैं आपके सामने आया हूँ. കർത്താവെ, പരാജയപ്പെട്ട പരീക്ഷയുടെ ഉത്തര പേപ്പറുമായി നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു. हे प्रभु ईश्वर, ने हार गया हुआ जो परीक्षा की पेपर लेकर मैं आपके पास आया हूँ. കർത്താവെ, സുഖപ്പെടാത്ത രോഗങ്ങളുടെ കഥകളുമായി നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു. हे प्रभु, ऐसे रोग है जो कभी स्वस्थ नहीं हो पा रहे, यही बात लेकर मैं आपके समक्ष आया हूँ. നീ എവിടെ നിന്ന് വരുന്നു? आप कहाँ से आ रहे हैं? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ये सवाल बड़े मुख्य सवाल है ഉത്തരം प्रिय. കിട്ടാത്ത ഏതൊരു ചോദ്യം എന്റെ ജീവിതത്തിലുണ്ടല്ലോ, कोई न कोई सवाल ऐसे है कि जिसके लिए जवाब आपको नहीं मिलेगा. പരിഹരിക്കപ്പെടാത്ത ഏതൊരു പ്രശ്നം എന്റെ ജീവിതത്തിലുണ്ടല്ലോ. कुछ न कुछ समस्याएं आपके जिंदगी में है जिसके लिए कोई हल नहीं मिला हो. ഹാഗാർ പറഞ്ഞു, हागार ने जवाब दिया, ഞാൻ അബ്രാഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വരുന്നു. मैं अब्राहम का परिवार से आई हूँ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? वहाँ क्या हो जाता है? അബ്രാഹത്തിന്റെ ഭാര്യ സാറായെ പീഡിപ്പിക്കുകയാണ്. अब्राहम की पत्नी हागार को पीड़ाएं दे रहे അപ്പോൾ हैं. ഹാഗാർ പറയുന്നത് ഇങ്ങനെയാണ്, तब हागार इस प्रकार कहते हैं, എന്നെ പീഡിപ്പിക്കുന്ന സാറായുടെ മുമ്പിൽ നിന്ന് ഞാൻ വരുന്നു. मुझे जो पीड़ाएं दे रहे थे ऐसी सारा के सामने से मैं आई हूँ. നീ എവിടെ നിന്ന് വരുന്നു? तुम कहाँ से आ रही है? ഏതോ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു ഗാഗുൽത്താമലയിലെ അനുഭവങ്ങൾ നിനക്കുണ്ട്. किसी न किसी जिंदगी के द्वारा जो बीत जाने वाले कोई गागुलता पहाड़ कालवरी की जो अनुभव आपकी जिंदगी में जरूर होगा. അത് ദൈവത്തോട് പങ്കുവെക്കുക. वो जो बात ईश्वर से बोले बाटे. രണ്ടാമതായി दूसरी बात, ഹാഗാറിനോട് ദൈവം ചോദിച്ചു, हागार से ईश्वर ने पूछा, നീ എവിടേക്ക് പോകുന്നു? तुम कहाँ जा रही है? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ये भी एक मुख्य सवाल है. നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ, अपनी जिंदगी की कठिनाइयों में, നിന്റെ ജീവിതത്തിലെ രോഗങ്ങളിൽ, अपनी जिंदगी के रोगों में, നിന്റെ ജീവിതത്തിലെ വേദനകളിൽ, अपनी जिंदगी की मुसीबतों में പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, जब पीड़ाएं हो जाता है तो, മറ്റുള്ളവർ നിന്നെ തള്ളി പറയുമ്പോൾ, जब लोग तुम्हें तिरस्कार करेंगे तो, പ്രിയപ്പെട്ടവർ ഉപേക്ഷിക്കുമ്പോൾ, जब प्रियजन आपको त्याग देते हैं तो, നീ എവിടേക്ക് പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. आप कहाँ जाएंगे ये बात बड़े मुख्य बात है. രണ്ട് ശിഷ്യന്മാരുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? दो शिष्यों की कहानी शायद आपको पता होगा. അവർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നു. वे एम्माउस की ओर यात्रा कर रहे थे. കാരണം പ്രിയപ്പെട്ട ഈശോയെ അവർക്ക് നഷ്ടപ്പെട്ടു. जो प्रिय जो यीशु के लिए बोले तकलीफ उठाए थे. നിന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും പിന്നിൽ
ഒരു നഷ്ടങ്ങളുടെ കഥയുണ്ട്. यीशु उनके लिए नष्ट हुआ था और आप हमारा जिंदगी के हर बातों के पीछे एक नष्ट की कहानियां है. രോഗിയായിരിക്കുന്ന വ്യക്തി ചിന്തിക്കുക, നിനക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. एक जो व्यक्ति रोगी है वो व्यक्ति सोच विचार करे कोई न कोई आपके लिए नष्ट हुआ है. കടബാധ്യതയുള്ള വ്യക്തി ചിന്തിക്കുക, നിനക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. उधार की समस्या है, ऐसे व्यक्ति सोचे उनकी धन दौलत नष्ट हुआ है. ഏകാന്തതയുള്ള വ്യക്തി ചിന്തിക്കുക, നിനക്ക് ഏതോ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. जो अकेलापन महसूस करने वाले व्यक्तियां सोचे कि किसी न किसी रिश्ता है जो प्रेम मिलता था छूट गया है. ഈ നഷ്ടങ്ങളുടെ മധ്യത്തിൽ നീ എങ്ങോട്ട് പോകുന്നു? ऐसे जो नष्टों के बीचों में से तुम कहां जा रहे हो? രണ്ട് ശിഷ്യന്മാർ വിശ്വാസം നഷ്ടപ്പെട്ട് दो शिष्यगण अपने विश्वास नष्ट होते हुए അവർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. वे एम्माउस की ओर जा रहे थे. ഹാഗാർ എങ്ങോട്ട് പോകുന്നു? हागार कहां जा रही थी? അവൾ മരുഭൂമിയിലൂടെ അലറി കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ്. वो मरुभूमि में चिल्ला चिल्ला कर रोते रोते भटक रही थी. ജീവിതത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഏതൊക്കെയോ ചില സാഹചര്യങ്ങളിൽ നീ യാത്രയായിട്ടുണ്ട്. अपनी जिंदगी में ईश्वर को त्यागते हुए किसी न किसी साहचर्य पर अपने आप भटके होंगे. ക്രിസ്തു വിളിക്കുകയാണ് നിന്നെ. प्रभु यीशु आपको बुला रहे हैं. ദൈവത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് തിരിച്ചു നടക്കുവാൻ, ईश्वर की बगीचे की और आंगन की और लौट आने के लिए बुला रहे നഷ്ടപ്പെട്ട हैं. കഥകളുമായി, കണ്ണുനീരിന്റെ കഥകളുമായി ക്രിസ്തുവിന്റെ തിരുമുമ്പിലേക്ക് കടന്നു വരട്ടെ. अपने नष्ट हुए कहानियां, आंसुओं की कहानियां लेकर प्रभु यीशु की सामने आ जाए. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് ईश्वर आपको आशीष देने के लिए इसलिए चाह रहे हैं ഒളിച്ചോടിപ്പോയ സ്ഥലത്ത് വെച്ചല്ല. जहां पे आप छिपकर भाग कर गए हुए उस जगह में नहीं करेंगे. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് ईश्वर आपको आशीष देने के लिए ऐसे चाह रहे നീ हैं സഹിച്ച സ്ഥലത്ത് വെച്ച് മാത്രമാണ്. जिस जगह में आप सह लिए हो उसी जगह में आशीष करेंगे. ഇതിനുദാഹരണം നസ്രായനായ യേശു ക്രിസ്തുവിന്റെ ജീവിതം. उसके लिए उदाहरण नसरानी यीशु का ही जिंदगी है. അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനയിലൂടെ കടന്നുപോയ മല ഏതാണ്? उनकी जिंदगी में सबसे ज्यादा दर्दनाक जो समय जो बीता हुआ पहाड़ी कौन सा था? അവൻ ഏറ്റവും അധികം വേദനിച്ച മലയാണ് ഒലിവമല. जो जैतून पहाड़ है जहां पे सबसे ज्यादा वो दर्द अनुभव किया था. അവൻ ഏറ്റവും കൂടുതൽ വേദനിച്ച മലയാണ് ഗാഗുൽത്താമല. सबसे ज्यादा दर्द अपनाया हुआ पहाड़ था जो गागुल्ता पहाड़. ഈ മലയിൽ വെച്ചാണ് ഈശോ പ്രാർത്ഥിച്ചത്. और उस पहाड़ में ही यीशु ने प्रार्थना किया था. പിതാവേ, हे पिता, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? आपने मुझे क्यों त्यागा है? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീ നീക്കി തരണമേ. अगर हो सके तो ये प्याला मुझसे हटा लीजिए. സഹോദരങ്ങളെ, വേദനയിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തു प्रियजनों, जो अपने दर्द से चुपकर भागने के लिए प्रार्थना किया हुआ प्रभु यीशु ഒടുവിൽ തിരിച്ചറിഞ്ഞു, आखिर में ये समझ ഈ पाया വേദനയുടെ മധ്യത്തിൽ ദൈവത്തിന് എന്തൊരു പദ്ധതിയുണ്ട്. ऐसे जो दर्दों का बीच में भी ईश्वर की एक योजना है. അവൻ ആ സഹനങ്ങളെ അപ്പന്റെ കയ്യിൽ നിന്നും വാങ്ങി. उन्होंने वो सहन को अपने पिता के हाथों से स्वीकार किया. അവൻ സന്തോഷത്തോടെ തന്റെ തോളിൽ വെച്ച് കുരിശു ചുമക്കാൻ തുടങ്ങി. उसके बाद खुशी के साथ अपने कंधे पे क्रूस रखकर वो टोलने लगा. ഈ വേദനയുടെ ഗാഗുൽത്താമലയിൽ വെച്ച് നടന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാമോ? जो गागुल्ता पहाड़ में हुआ जो घटना, दर्दों की जो घटना, ये इतिहास में, संसार के इतिहास में हुआ जो चमत्कार क्या है मालूम है?